പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ദയവായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാട്ടെ. 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. വായിച്ചോനെ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങള് യേശു ദൈവമെന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? യേശു ദൈവമെന്ന് വിശ്വസിച്ച ശേഷം നിങ്ങൾ എങ്ങനെയാണ്? അതാണ് ഈ വാക്യത്തിൻ്റെ ഇതിവൃത്തം. ദയവായിട്ട് ഈ വാക്യത്തിൻ്റെ ആശയം ഒന്ന് ഇച്ചിരി സമയം എന്നോടൊപ്പം ഒന്ന് കേൾക്കാനായിട്ട് ഒന്ന് സഹകരിച്ചാട്ടെ. നിങ്ങൾക്കത് വലിയ ബലമായിട്ടും കൃപയായിട്ടും മാറാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളോ അന്ധകാരത്തിലായിരുന്നു. ആദ്യ വാക്കിൽ അതാണ് പറയുന്നത്. നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു. അന്ധകാരത്തിൽ നിന്ന് അടുത്ത പദം ഒന്ന് കേട്ടെ, തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കേ. അന്ധകാരം, അത്ഭുത പ്രകാശം. ഒന്ന് ചേർന്ന് പറഞ്ഞേ, അന്ധകാരം, അത്ഭുത പ്രകാശം. ആദ്യത്തേതുമായിട്ട് രണ്ടാമത്തേതിനൊരു ബന്ധവുമില്ല, രണ്ടാമത്തേതിന് ആദ്യത്തേതുമായിട്ടൊരു ബന്ധവുമില്ല. ഒരു സ്ഥലത്ത് പോലും ഇവ രണ്ടും കൂടെ ഒന്നിച്ചിരിക്കത്തില്ല. എവിടെയെങ്കിലും അന്ധകാരം വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് പ്രകാശം ഓടിമാറും, എവിടെയെങ്കിലും പ്രകാശം വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇരുട്ട് ഓടിമാറും. ഇത് രണ്ടും ഒന്നിച്ചിരിക്കയില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു. യേശു ദൈവമെന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു. യേശുവിനെ കണ്ടുമുട്ടിയതോടെ ഘട്ടം ഘട്ടമായിട്ടല്ല, ഒറ്റയടിക്ക് യേശു ദൈവമെന്ന് എപ്പോൾ വിശ്വസിച്ചോ അപ്പം നിങ്ങളുടെ പിതാക്കന്മാരാണ് വിശ്വസിച്ചെങ്കിൽ അവർക്കായിട്ട് സ്തോത്രം. നിങ്ങളാണ് നിങ്ങളുടെ തലമുറയിൽ വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചത്, അവർക്കായിട്ട് സ്തോത്രം. വിശ്വസിച്ചപ്പോഴേ എന്നാ സംഭവിച്ചു എന്ന് അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. അന്ധകാരത്തിൽ നിന്ന് തന്റെ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. ഈ പ്രകാശത്തിന്റെ പ്രത്യേകതയാണ്, ഇത് അത്ഭുത പ്രകാശമാണ്. ഒരാൾക്ക് കരം കൊടുത്ത് പറഞ്ഞേ, ഇത് സാധാരണ പ്രകാശമല്ല, ഇത് അത്ഭുത പ്രകാശമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ വന്ന പ്രകാശം സാധാരണ പ്രകാശമല്ല, അത്ഭുത പ്രകാശമാണ്. ഹല്ലേലൂയ. എന്താണ് ഈ പ്രകാശത്തിനകത്തുള്ള അത്ഭുതം? സാധാരണ പ്രകാശങ്ങളെല്ലാം കത്തിച്ചു വെച്ചാൽ വെച്ചടത്തിരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഒരു വ്യക്തിയെയും പ്രകാശിപ്പിക്കാൻ ലോകത്തിൽ ഇന്ന് വരെയുള്ള ഒരു പ്രകാശത്തിനും പറ്റുകയില്ല. എന്നാൽ വ്യക്തികളെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശമേ ഉള്ളൂ, ഒരൊറ്റ പ്രകാശമേ ഉള്ളൂ. ആ പ്രകാശം യേശുവിൻ്റെ പ്രകാശമാണ്. കരമടിച്ചുകൊണ്ട് യേശു ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രകാശത്തെ നിങ്ങളിലേക്കൊന്ന് ആവഹിച്ചാട്ടെ, അതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ. നിങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വെളിച്ചത്തിന് സാക്ഷ്യം പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറഞ്ഞ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിരുന്നു യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നതോടെ, യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നതോടെ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന രൂപമാറ്റമാണ് ഈ വാക്യത്തിനകത്ത് കണ്ടത്. എന്നാന്നറിയോ? അന്ധകാരത്തിൽ നിന്ന് ആ വിശ്വസിക്കുന്ന ഉടനെ തന്നെ ആ വ്യക്തി അത്ഭുത പ്രകാശത്തിലേക്ക് പ്രവേശിക്കും. ഒന്ന് ചേർന്ന് പറഞ്ഞു, അത്ഭുത പ്രകാശം. അവരൊക്കെ പറ, അത്ഭുത പ്രകാശം. അന്ധകാരത്തിൽ നിന്ന് പൊടുന്നനവെ പെട്ടെന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ തപ്പിത്തടയാൻ ഇടവരികയില്ല. ഇരുട്ടും അന്ധകാരവും അന്ധതയ്ക്കും പിന്നെ അധികാരമില്ല. ഇന്ന് ഏതെങ്കിലും ജീവിതങ്ങളിൽ ഒരല്പം അന്ധകാരം അവശേഷിക്കുന്നുവെങ്കിൽ ഇത് യേശുവിലുള്ള ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇച്ചിരിയൊക്കെ ഇരുട്ട് കർത്താവിലുള്ള ജീവിതത്തിൽ ഉണ്ട് എന്ന് ആരേലും പഠിപ്പിച്ച ചിന്ത തലയിൽ വെച്ച്, ഓ ഇരുട്ടാണേൽ എന്നാ ഒരു സമാധാനമുണ്ട് എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്ന ആരേലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ അടിവരയിട്ട് വിശ്വാസത്താൽ ഏറ്റെടുത്ത്
പറഞ്ഞെടുത്തോണം, യേശുവിലുള്ളത് അല്പം ഇരുട്ടല്ല, യേശുവിലുള്ളത് അല്പം പ്രകാശമല്ല. കർത്താവിലായപ്പോഴേ നിങ്ങൾ അത്ഭുത പ്രകാശത്തിലായി. ഒന്ന് ചേർന്ന് പറഞ്ഞൊന്ന് സ്വീകരിച്ചു. കരമുയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ്, രണ്ട് കരമൊന്ന് ഉയർത്തിക്കേ, ഒന്നുറക്കെ പറഞ്ഞ്, യേശുവിലായപ്പോഴേ. എല്ലാ മക്കളും ഒന്ന് പറഞ്ഞ് ഉറച്ച് കണ്ണു തുറന്നൊന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞ്, യേശുവിലായപ്പോഴേ അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇരുട്ടിന്, ഉറക്കെ കരമുയർത്തി പറ, ഇനി ഇരുട്ടിന് എൻ മേലോ, എൻ്റെ ഭവനത്തിലോ, എൻ്റെ തലമുറകളുടെ മേലോ യാതൊരു അധികാരവുമില്ല. ആ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് യേശുവേ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനെ സ്വീകരിക്കാൻ തുടങ്ങിക്ക്. ഇപ്പോൾ തന്നെ അതിനെ സ്വീകരിക്കാൻ തുടങ്ങിക്ക്. എൻ്റെ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് സ്വീകരിക്കാനായിട്ട് തുടങ്ങിക്ക്. ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്കറിയാനും പറയാനും പറ്റുന്നു, ഏതെങ്കിലും വീടുകളിൽ രോഗത്തിൻ്റെയോ ശാപത്തിൻ്റെയോ നിരാശയുടെയോ അപവാദങ്ങളുടെയോ ഒരല്പം അന്ധകാരം തളം കെട്ടി നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് തളം കെട്ടി നിൽക്കുന്ന അന്ധകാരത്തിനകത്തേക്ക് ആധരം തുറന്ന് പറഞ്ഞങ്ങ് സ്വീകരിച്ചോണം. ഇതുമായിട്ട് അനുരഞ്ജനപ്പെടാൻ ഞാൻ തയ്യാറല്ല, ഇതുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ കർത്താവിൽ എനിക്കുള്ളത് അല്പം വെളിച്ചമല്ല, അത്ഭുത പ്രകാശമാണ്. ഒന്ന് സ്വീകരിച്ച ദൈവമക്കൾ, അല്പം വെളിച്ചമല്ല, അത്ഭുത പ്രകാശമാണ്. സൗരങ്ങളെ, യേശുവിനെ വിശ്വസിക്കുന്നതോടെ നിങ്ങളെ ദൈവം ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ഈ വാക്യത്തിൻ്റെ അർത്ഥം പഠിക്കുകയായിരുന്നു. അർത്ഥം പഠിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു ഈ അത്ഭുത പ്രകാശം എന്ന് പറയുന്നത് കേവലം ഈ പ്രകാശത്തിൽ വരുമ്പോൾ ഉള്ള അത്ഭുതം മാത്രമാണ്. അല്ല. ഹല്ലേലൂയ. ഈ അത്ഭുത പ്രകാശത്തിൻ്റെ സ്വഭാവം ഞാനൊന്ന് മനസ്സിലാക്കിയത് പറഞ്ഞുകൊള്ളട്ടെ. ശ്രദ്ധിച്ചൊന്ന് കേട്ടെ. ഈ അത്ഭുത പ്രകാശത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? ഇത് നിരന്തരമായി, തുടർമാനമായി, കണ്ടിന്യൂസ് ആയി, സ്പോണ്ടേനിയസ് ആയി ചലിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവാരംഭം മുതൽ ഒരു വ്യക്തിയുടെ ജീവാവസാനം വരെ അവനെ പ്രകാശപൂരിതമാക്കുന്ന അത്ഭുത പ്രകാശമാണ് ഈ പ്രകാശം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ അത്ഭുത പ്രകാശം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിശ്വസ്തരാകുമ്പോഴും ഈ അത്ഭുത പ്രകാശം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ താഴടിയാകുമ്പോഴും ഈ അത്ഭുത പ്രകാശം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ധകാരത്തിൽ നിന്ന് he has translated us from the darkness to the marvelous light of his son Jesus Christ. അന്ധകാരത്തിൽ നിന്ന്, ആ പദം ഒന്ന് കേട്ടെ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. കണ്ടോ? He has translated us from the darkness to the marvelous light of his son. തൻ്റെ പുത്രൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്, ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്, എടുത്തിട്ടിരിക്കുകയാണ്, എടുത്തു മാറ്റി വെച്ചിരിക്കുകയാണ്. അതാണ് ആ വാക്യത്തിൽ പറയുന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. എന്തിനു വേണ്ടി ഇത് ചെയ്തു? എന്തിനു വേണ്ടി ഇത് ചെയ്തു? അതാണ് ആ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം എന്ത് നിങ്ങൾക്ക് സംഭവിച്ചു, രണ്ടാം ഭാഗം എന്തിന് നിങ്ങൾക്കിത് ദൈവം ചെയ്തു. അതിന്റെ ഭാഗം കൂടെ ഒന്ന് വായിച്ചോ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. അത് എവിടുന്ന് എങ്ങോട്ട് വന്നു എന്നുള്ള മനസ്സിലായി. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. ഇനി അടുത്തത്, നിങ്ങളെ വിളിച്ചവന്റെ, എന്തിനു വന്നു? നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പൊ നിങ്ങളെ വിളിച്ചവന് ദുർഗുണമൊന്നുമില്ല, സൽഗുണമേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറ, നിങ്ങളെ വിളിച്ചവന് ഒരു ദുർഗുണവും ഇല്ല, നിങ്ങളെ വിളിച്ചവന് സൽഗുണങ്ങളേ ഉള്ളൂ. ഹല്ലേലൂയ. ചേർന്ന് പറയാൻ മടിക്കണ്ട, കരമൊന്ന് കൊടുത്ത് പറഞ്ഞേ, നിങ്ങളെ വിളിച്ചവന് ഹല്ലേലൂയ സൽഗുണങ്ങളേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചവനെ പറ്റി ആർക്കും ഒരു ദോഷം പറയാനില്ല. കാരണം വിളിക്കപ്പെട്ട ഒരാൾക്ക് പോലും നന്മയല്ലാതൊന്നും ഹല്ലേലൂയ അവിടുന്ന് ചെയ്തിട്ടില്ല. കരമടിച്ച് യേശുവേ വിളിച്ച് ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചവന് സൽഗുണങ്ങളുണ്ടത്രേ. നിങ്ങളെ വിളിച്ചത് സൽഗുണം ഘോഷിക്കാനാണത്രേ. ആ വാക്യം ഒന്ന് കേട്ടെ. നിങ്ങളെ വിളിച്ചവന് സൽഗുണങ്ങളുണ്ട്. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അത് ആ സൽഗുണങ്ങളെ മൂടി വെക്കാനല്ല,
അതിനെ ഘോഷിപ്പാൻ തക്കവണ്ണം. ഒന്ന് പറഞ്ഞേ, ഘോഷിപ്പാൻ തക്കവണ്ണം. എൻ്റെ ദൈവത്തിൻ്റെ ഗുണങ്ങൾ ഹല്ലേലൂയ അറിഞ്ഞവര് ഈ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. മൂടി വെക്കല്ലേ. ഈ ദൈവം സമാധാനത്തിൻ്റെ പ്രഭുവാണ്. മൂടി വെക്കല്ലേ. ഈ കർത്താവിനെ അറിഞ്ഞ പിന്നെ എനിക്കൊരു ഭയങ്കര രക്ഷയുടെ സന്തോഷമുണ്ട്. മൂടി വെക്കല്ലേ. അത് ഘോഷിക്കാനുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാനുള്ളതാന്നല്ല പറഞ്ഞേ, ഘോഷിക്കാനുള്ളതാന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. ഘോഷിക്കാനുള്ളതാന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. വിളിച്ചു പറയാനുള്ളതാന്നാ പറഞ്ഞേ. മൈക്ക് കെട്ടി വിളിച്ചു പറയാനുള്ള സൽഗുണങ്ങളുള്ള ഒരാളെയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വിളിച്ചത് ഇങ്ങനെ സൽഗുണങ്ങളുള്ള ഒരാളെയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചവന് ഇങ്ങനത്തെ സൽഗുണങ്ങളുണ്ട്. അത് ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും, നിങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതിയാണ്. അപ്പൊ he has called us as a group for a purpose. ഒരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? എവിടുന്നാണ്? അന്ധകാരത്തിൽ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുവന്നേ? അത്ഭുത പ്രകാശത്തിലേക്ക്. ആ പദം ഒന്ന് പറഞ്ഞൊന്ന് സ്വീകരിച്ചേ. അത്ഭുത പ്രകാശത്തിലേക്ക്. ഇതിൽ കുറഞ്ഞൊന്നുമായിട്ട് കോംപ്രമൈസ് ചെയ്യരുത്. ഇതിൽ കുറഞ്ഞൊന്നുമായിട്ട് അനുരഞ്ജനപ്പെടരുത്. 10 ചോദിച്ചു, 8 ആഗ്രഹിച്ചു, 6 വന്നാൽ കൊള്ളാമെന്ന് ചിന്തിച്ചു. ഭാഗ്യം 2 കിട്ടി. അന്ധകാരം ഇരുട്ടും വ്യാപരിക്കുന്നിടത്ത് എനിക്ക് 2 കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ആ 2 കൊണ്ട് ഒതുങ്ങരുത്. ആ 2 നോക്കിയിട്ട് പറയണം, ഇതും കൊണ്ട് ഇരിക്കാൻ ഞാൻ തയ്യാറല്ല. ഹല്ലേലൂയ. എന്നെ ദൈവം അന്ധകാരത്തിൽ നിന്ന് ഇച്ചിരി പ്രകാശത്തിലേക്കല്ല, അത്ഭുത പ്രകാശത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കരമടിച്ച നാർത്ത് വിളിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ആ കൃപ ഇവിടെ ഇറങ്ങുക. കയ്യെത്തും ദൂരത്ത് തട്ടി മാറ്റപ്പെട്ട വിടുതലുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് വ്യാപരിക്കുകയാണ്. നാളുകളായി ആഗ്രഹിച്ചിട്ട് തീരാത്ത വിഷയങ്ങൾ ഈ ആഴ്ചകളിൽ മറുപടി നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ വചനത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഇച്ചിരി പ്രകാശത്തിലേക്കല്ല, അത്ഭുത പ്രകാശത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നത്. ചെറിയ ഒരു സാമ്പത്തിക വിടുതൽ കൊണ്ട് നിങ്ങൾ സംതൃപ്തരാകരുത്. ധനവും പുരാതന സമ്പത്തും നിങ്ങളുടെ അപ്പൻ്റെ വകയാണ്, അപ്പൻ്റെ സ്വത്താണ്. ആ അപ്പൻ്റെ അവകാശത്തിൽ ജനിച്ച മക്കളാണ് നിങ്ങൾക്കുള്ളത്. ഈ അത്ഭുത പ്രകാശത്തിൽ നിരന്തര അത്ഭുതങ്ങളാണ്. ഹല്ലേലൂയ. ഇരുട്ടിൽ അത്ഭുതങ്ങളില്ല, അത്ഭുത പ്രകാശത്തിൽ ഡെയിലി മിറക്കിൾസ് ആണ്. കിങ്ഡം ഓഫ് ഗോഡിൽ, ദൈവരാജ്യത്തിൽ അത്ഭുത നോർമലാണ്. ഞാനത് വിശ്വസിക്കുന്നു. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഒന്നിനു പുറകെ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ ഞെട്ടണ്ട. അങ്ങനെ ഒരു പ്രകാശത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ കൊണ്ടുവന്നേ? തെരഞ്ഞെടുത്ത ഒരു ജാതിയാക്കിയത് എന്തിനു വേണ്ടിയാ? തൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത ഒരു ജാതി. അടുത്ത ഒന്ന് കേട്ടെ, രാജകീയ പുരോഹിത വർഗം. ഹല്ലേലൂയ. അതൊന്ന് തിരിച്ച് പറയണം. രാജാവ്, പുരോഹിതൻ, രാജകീയ പുരോഹിത വർഗം. ഇതിൽ ആദ്യത്തേത് അതോറിറ്റിയാണ്, അധികാരമാണ്. രാജാവിൻ്റെ അധികാരത്തോടു കൂടിയ. ഹല്ലേലൂയ. ഒന്നാമത്തേത് ഫിസിക്കൽ ആണെങ്കിൽ, രണ്ടാമത്തേത് സ്പിരിച്വൽ ആണ്. ഒന്നാമത്തേത് അധികാരമാണെങ്കിൽ, രണ്ടാമത്തേത് അധികാരത്തിലുപരി ഒരാത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സമ്മതപത്രമാണ്. ഹല്ലേലൂയ. 2 പേരെ നിങ്ങളൊന്ന് കാണുക. ഒന്ന് രാജാവ്, 2 പുരോഹിതൻ. ഹല്ലേലൂയ. ഒന്ന് മനുഷ്യൻ്റെ ഇടയിൽ ഏറ്റവും വലിയ ആള്, 2 ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വിലപ്പെട്ടതായി ദൈവം കാണുന്ന ഒരാൾ. ഹല്ലേലൂയ. ഈ 2 പൊസിഷനിലേക്കുമാണ് ഒരു വർഗമായിട്ട് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. കരമടിച്ചുകൊണ്ടൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരെ ഏറെ ബഹുമാനത്തോടെ ആദരിക്കേണ്ടിയത് ആവശ്യമാണ്.
അവരേറെ ബഹുമാനത്തിന് യോഗ്യരാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാവരെയും രാജകീയ പുരോഹിത വർഗമായി തെരഞ്ഞെടുത്തിരിക്കെ ആ വിളിയെ തിരിച്ചറിഞ്ഞ് ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ചവരാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവർ. അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവരെ ആക്ഷേപിക്കരുത്, അവർക്കെതിരെ ഒരക്ഷരം പോലും സംസാരിക്കരുത്, മനസ്സിൽ പോലും അവരോടൊരു കയ്പ് വെക്കരുത്. കാരണം രാജകീയ പുരോഹിത വർഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് ആ തെരഞ്ഞെടുപ്പിൻ്റെ വിളി ശിരസാവഹിച്ച് അതിനുവേണ്ടി സുഖലോലിതകളെയും ജീവിതങ്ങളെയും മാറ്റിവെച്ച് എല്ലാം പരിത്യജിച്ച് സകലവും ദൈവത്തിന് വേണ്ടി കൊടുത്ത് മുന്നിട്ടിറങ്ങിയവരെ ഏറെ ബഹുമാനത്തോടെ കണ്ടുകൊള്ളണം. പൗലോസ് അങ്ങനത്തെ ശുശ്രൂഷയാണ് ചെയ്തത്. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ദയവായിട്ട് ഇവിടെ ബ്രദർ വായിക്കുമ്പം ശ്രദ്ധിക്കുക. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ദയവായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു. കണ്ടോ, ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ടോ. അടിവരയിട്ടെ. റോമർ 15:15 പൗലോസ് പറയാണ്, ജാതികൾ എന്ന വഴിപാട് ദൈവത്തിന് സ്വീകാര്യമായി യാഗമായി അർപ്പിക്കേണ്ടതിന്, hallelujah, that I may present the offering of the Gentiles. ഓഫറിംഗ് എന്ന് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ജാതികളെ തന്നെയാണ്. I am presenting the Gentile crowd as an offering to God. Hallelujah. In that ministry, he called that ministry as a priestly ministry. പൗലോസ് ഇവിടെ ആ ശുശ്രൂഷയെ ഒരു പുരോഹിതന്റെ ശുശ്രൂഷ എന്നാണ് വിളിച്ചിരിക്കുന്നത്. കാരണം ജാതികൾ എന്ന വഴിപാട് ദൈവത്തിന് സ്വീകാര്യമായി ദൈവത്തിന് മുമ്പിൽ കൊടുക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനായ പൗലോസ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. പഴയ നിയമത്തിലെ പൗരോഹിത്യം പുതിയ നിയമത്തിലില്ല. എനിക്കും അത് അറിയാമെന്ന് തോന്നുന്നു, അല്ലേ? ഒന്നുകൂടെ ഞാനൊന്ന് ആവർത്തിക്കട്ടെ. പഴയ നിയമത്തിലെ പൗരോഹിത്യം പുതിയ നിയമത്തിലില്ല. അവസാനത്തെ പുരോഹിതൻ വസ്ത്രം കീറിയതോടുകൂടെ ആ പൗരോഹിത്യം അവസാനിച്ചു. ആ പൗരോഹിത്യം ഇന്ന് യഹൂദന്മാരുടെ ഇടയിലല്ലാതെ വേറെ ഒരിടത്തുമില്ല. ഉണ്ട് എങ്കിൽ ആടിനെയും കൊണ്ട് നിങ്ങൾ ആ സ്ഥലത്ത് പോയേ പറ്റുള്ളൂ. കാരണം അവിടെ ആടിനെ അർപ്പിക്കണം, മാടിനെ അർപ്പിക്കണം, മാടും ഇല്ലെങ്കിൽ പ്രാവിനെയും അർപ്പിക്കണം. മാത്രമല്ല അവിടെ യാഗപീഠമുണ്ട്, യാഗപീഠത്തിന്മേൽ ചുട്ടെടുക്കുന്ന മൃഗമുണ്ട്, ആ മൃഗത്തിൻ്റെ മേധസ് വേർതിരിക്കണം. ഈ സമ്പ്രദായം ഒന്നും നമ്മുടെ ഇടയിൽ എവിടെയില്ല. അപ്പോൾ പഴയ നിയമ പൗരോഹിത്യം യേശു ക്രിസ്തുവിൽ അവസാനിച്ചു എന്ന് വിശ്വസിക്കാത്ത ഒരു ക്രൈസ്തവ സമൂഹം പോലുമില്ല. എല്ലാ സമൂഹവും വിശ്വസിക്കുന്നു. പക്ഷെ യേശുവിൽ ഒരു പൗരോഹിത്യമുണ്ട്. യേശുവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു. ഹെഡ് നേഴ്സ് ആകണമെങ്കിൽ നേഴ്സുമാർ വേണ്ടായോ കീഴിൽ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? കീഴ് നേഴ്സുമാരില്ലാതെ ഹെഡ് നേഴ്സ് ഉണ്ടാവുക? പറഞ്ഞേ. ഹല്ലേലൂയ. മഹാപുരോഹിതൻ യേശു ആകണമെങ്കിൽ പുരോഹിതന്മാരില്ലാതെ യേശു മഹാപുരോഹിതനാവുക? അതന്നെ ഇവിടെ പറഞ്ഞേ. യേശു, പൗലോസ് പറയാണ് റോമർ 15:15, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ പ്രസാദകരമായി ദൈവത്തിന് അർപ്പിക്കേണ്ടതിന് കർത്താവിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട്, അല്ലേ? പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുവേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നല്ലോ. പൗലോസ് പറയാണ്, രാജകീയ പുരോഹിത വർഗമായിട്ട് എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നു. എന്നാൽ അതിനകത്ത് ആ വിളി തിരിച്ചറിഞ്ഞ് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആളായിരുന്നു പൗലോസ്.
അദ്ദേഹം പറയുകയാണ്, ഞാൻ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ്? ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരേണ്ടതിന് ആ ശുശ്രൂഷ ഞാനിവിടെ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മെ എല്ലാവരെയും വിളിച്ചത്. പക്ഷേ നമ്മളിൽ ചിലർ മാത്രമേ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ളൂ. അത് അന്നും അങ്ങനെ തന്നെയായിരുന്നു. പഴയ നിയമത്തിൽ ലേവ്യ ഗോത്രത്തിനായിരുന്നു പൗരോഹിത്യം ദൈവം കൊടുത്തിരുന്നത്. പക്ഷേ ലേവ്യ ഗോത്രത്തിലെ എല്ലാവരും മറ്റും പുരോഹിതന്മാരായിരുന്നില്ല. ലേവ്യ ഗോത്രത്തിൽ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഒരൊറ്റ ദേവാലയത്തിൽ എത്ര പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയും? ഇല്ല. ലേവ്യ ഗോത്രത്തിലെ എല്ലാവരും പുരോഹിതന്മാരായിരുന്നു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ലേവിക്കും അവൻ്റെ ഗോത്രത്തിനുമാണ് പൗരോഹിത്യം കൊടുത്തിരുന്നതെങ്കിലും അതിനകത്ത് വിളി തിരിച്ചറിഞ്ഞ് ജീവിതം ചിട്ടയായി സമർപ്പിക്കപ്പെട്ട ചിലർ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി മുമ്പോട്ട് വന്നു എന്നതാണ് സത്യം. മനസ്സിലാക്കി കരമടിച്ചു എന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. ഇവിടെ അത് തന്നെയാണ്. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നമ്മളെല്ലാവരും. നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അധികാരത്തോടും ദൈവമുമ്പിൽ നിൽക്കുന്ന പുരോഹിതന്റെ വിശുദ്ധിയോടും കൂടെ വിളിക്കപ്പെട്ടാക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. റോയൽ അതോറിറ്റിയോടും കൂടെ, പ്രീസ്ലി ഹോളിനെസ്സോടും കൂടെ, രാജകീയ അധികാരത്തോടും പുരോഹിത വിശുദ്ധിയോടും ചേർന്നൊന്ന് പറയാമോ? രാജകീയ അധികാരത്തോടും പുരോഹിത വിശുദ്ധിയോടും കൂടെ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളും ഞാനും. ഹല്ലേലൂയ. രാജാവിൻ്റെ അധികാരമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. രാജാവ് എന്താ ചെയ്യുന്നത്? രാജാവ് രാവിലെ എഴുന്നേറ്റ് യാചിച്ച് 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 നടക്കും. അങ്ങനെയാണോ? അല്ല. രാജാവ് ഇന്ന് വരെ യാചിച്ചിട്ടില്ല. അറിയാവുന്നവർക്ക് അറിയാമെങ്കിൽ അറിയാം. രാജാവ് ഇന്ന് വരെ യാചിച്ചിട്ടില്ല. കാരണം രാജാവിന് യാചിക്കേണ്ട ആവശ്യമില്ല. രാജാവ് രാജസിംഹാസനത്തിൽ ഇരുന്ന് കൽപ്പിക്കുകയുള്ളൂ. ഇതുപോലെ നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളെ ഇത്രയും വലിപ്പത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതാണ് സത്യം. ഇന്ന് നിങ്ങളായിരിക്കുന്നതല്ല നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ രാജാവിൻ്റെ അധികാരവും പുരോഹിതന്റെ വിശുദ്ധിയും ഉള്ളവരായി അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തു. ശക്തിയോടെ ഒന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തു. സോ വി ആർ കോൾഡ് ഫോർ എ പർപ്പസ്. ഒരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു. ഒരു ഉദ്ദേശത്തിന് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു. അത് വേറൊന്നിനുമല്ല, തൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന പദ്ധതി. എന്താണ് അതിനു വേണ്ടി? ആ സൽഗുണങ്ങളെ ഘോഷിക്കാനുള്ള എന്നാ പൊട്ടൻഷ്യലാണ് നിങ്ങൾക്കുള്ളത്? ഫ്രം വാട്ട് ബേസിസ് യു ആർ ഗോയിങ് ടു പ്രൊക്ലെയിം ദ ഫുൾനെസ് ഓഫ് ഗാഡ്? ഏത് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ പൂർണ്ണത, ദൈവത്തിൻ്റെ നിറവ് നിങ്ങൾ പ്രസ്താവിക്കുന്നത്? ആ നിറവാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. വായിച്ചത് രാജാവിൻ്റെ പദവിയും പുരോഹിതൻ്റെ വിശുദ്ധിയും. ഇത് രണ്ടും നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല, ഇത് രണ്ടും നിങ്ങൾക്ക് തന്നതാണ്. അത് അവിടെ ആ വാക്യത്തിനകത്തുണ്ട്. രാജകീയ പുരോഹിത വർഗവും. കേട്ടോ, നമ്മെ വിളിച്ച് തന്നെ മേളിമേളൊന്ന് വായിക്കണം ബ്രദറെ. അന്ധകാരത്തിൽ നിന്ന് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും. ഈ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നപ്പം തന്നെ നിങ്ങളുടെ അവസ്ഥ ഇതാണ്. പിന്നീട് നിങ്ങൾ ആവുകയല്ല. ഈ പ്രകാശത്തിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾ എങ്ങനെയാണ് രാജാവിൻ്റെ പദവിയോടും പുരോഹിതന്റെ വിശുദ്ധിയോടും കൂടെയാണ് നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്ര പേര് തയ്യാറാണ് എന്ന് എനിക്കറിയത്തില്ല ഇന്ന് രാജകീയ പദവിയിൽ ഇരുന്നു കൊണ്ട് വിഷയങ്ങളെ നോക്കിയൊന്ന് കൽപ്പിക്കാൻ. എത്ര പേര് തയ്യാറാണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം എനിക്കത് സാധ്യമാണ്. കാരണം പുരോഹിതൻ്റെ വിശുദ്ധി ആ ദൈവം എനിക്ക് തന്നിരിക്കുന്നെന്ന് അറിഞ്ഞ് ആ വിഷയത്തെ നോക്കാൻ എത്ര പേര് തയ്യാറാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് അത്ഭുതത്തിൻ്റെ സമയം. ഇത് അത്ഭുതത്തിൻ്റെ സമയം. കർത്താവായ യേശുവേ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സമയത്ത് എന്നോടൊപ്പം ഈ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അവര് ആരാണെന്ന് തിരിച്ചറിയുന്ന ഈ സമയത്ത് തന്നെ അവരുടെ വിഷയങ്ങളുടെ അകത്തേക്ക് ദൈവ മഹത്വം ഇറങ്ങി ക്രിയ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. എനിക്കറിയാം കർത്താവേ,
ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ദൈവമഹത്വം. ഇരുട്ടിക്കിടന്ന് അവരെ വിളിച്ച് അത്ഭുത പ്രകാശത്തിൽ ഇരുത്തിയെങ്കിൽ കണ്ടേച്ച് പോകാനല്ല, കേട്ടേച്ച് പോകാനല്ല, ഇത് അനുഭവിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നുവെന്ന തിരിച്ചറിവിൽ നിറയുന്ന ഈ സമയത്ത് തന്നെ രാജകീയ അധികാരത്തിന് മുമ്പിൽ, റോയൽ അതോറിറ്റിക്ക് മുമ്പിൽ രോഗങ്ങൾ കീഴടങ്ങട്ടെ, ശാപങ്ങൾ കെട്ടുകെട്ടട്ടെ, അന്ധകാരങ്ങൾ ഓടി മാറട്ടെ. അഭിഷേകത്തിന് മുമ്പിൽ വീടുകൾ സ്വസ്ഥമാവട്ടെ, കടഭാരങ്ങൾ കെട്ടുകെട്ടട്ടെ, ഭാരങ്ങൾ മാറി മറിയട്ടെ. അഭിഷേകത്തിന് മുമ്പിൽ ഇപ്പോൾ തന്നെ കരമടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഈ സമയത്ത് തന്നെ വിട്ടുമാറട്ടെ. മഹാരക്ഷ കാൽവരി കുരിശിലെ കഷ്ടാനുഭവത്തിൽ യേശു നേടിയെടുത്ത മഹാരക്ഷ ബിസിനസ്സിൽ വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, ആരോഗ്യത്തിൽ വ്യാപരിക്കട്ടെ, നന്മയായിട്ട് വ്യാപരിക്കട്ടെ. നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആർത്ത് വിളിച്ച് കരമടിച്ച് യേശുവിനെ സ്തുതിച്ചു. നിങ്ങൾ അറിയുന്നത് പോലെ പാലക്കാട് വെച്ചല്ലേ, പാലക്കാട് വെച്ച് വലിയ ആക്സിഡന്റ് ഉണ്ടായിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചതാണ്. ICUവിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി, ബ്രെയിൻ ഡാമേജ്ഡ് ആയ വ്യക്തിക്ക് വേണ്ടി, ഒരിക്കലും എഴുന്നേൽക്കയില്ല എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി. ഹല്ലേലൂയ. ഓടിവാ മോനെ, ഓടിവാടാ, കർത്താവാ നിന്നെ നടത്തുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ആളായി വരുന്നേ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന പ്രിയരെ. ഹല്ലേലൂയ. ഈ അമ്മയുടെ കണ്ണുനീര് അന്ന് കണ്ട എത്ര പേരുണ്ട് ഇവിടെ? ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, കൊടാനുകോടി നന്ദി കർത്താവേ, നന്ദി നന്ദി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എങ്ങനെ ഞാനിന്ന് സ്തുതിക്കുന്ന എനിക്കറിയില്ല, എന്ത് പകരം വയ്ക്കുമെന്നും എനിക്കറിയില്ല. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മകൻ ബ്രെയിൻ ഡാമേജ്ഡ് ആയിട്ട് ഒരിക്കലും എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ് വെന്റിലേറ്റർ കിടന്നപ്പോഴാണ് ഇതുപോലെ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചത്. അവിടേക്ക് ദൈവശക്തി പുറപ്പെട്ടു. ഈ മകന്റെ കെട്ടുകളെ ദൈവം അഴിച്ചു. ഇപ്പൊ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണോ ഇവിടെ നിൽക്കുന്നേ? ഒന്ന് കരമടിച്ച്, ഒന്ന് ആർത്ത് വിളിച്ച് ഹല്ലേലൂയ, യേശുവേ വിളിച്ചുകൊണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.